Hello guys, welcome back to another video. Guys, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കിഡിലം ബിൽഡിന്റെ വീഡിയോ ആണ്. ഇതൊരു ഇന്റൽ ബേസ്ഡ് ബിൽഡ് ആണ്. കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് ഇടയ്ക്ക് റൈസൻ മാത്രമാണോ നമ്മൾ ബിൽഡ് ചെയ്യുന്നത്, ഇന്റലിന്റെ ഒരു പെർഫോമൻസ് ബിൽഡ് നമ്മൾ കണ്ടിട്ടില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഇന്നത്തെ ബിൽഡ്. ഇത് സത്യം പറഞ്ഞാൽ ഇതൊരു വെറൈറ്റി ക്യാബിനറ്റും ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു മദർ ബോർഡൊക്കെ വെച്ചിട്ടുള്ള ഒരു ബിൽഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വിതൗട്ട് വേസ്റ്റിംഗ് ടൈം നമുക്ക് ആ വീഡിയോയിലോട്ട് നേരെ പോകാം. പക്ഷേ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കേരളത്തിൽ അല്ലെങ്കിൽ മലയാളികൾക്കായിട്ട് നമ്മുടെ ടെക് ചാനലാണ് PC ബിൽഡിങ്ങിന് വേണ്ടി. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കണ്ട. സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം, ദിസ് ഇസ് പ്രശാന്ത് ആവി ആൻഡ് യു ആർ വാച്ചിങ് GeekBoZ TV. ഗൈസ്, ആദ്യം തന്നെ നമ്മുടെ പവർഫുൾ ആയിട്ടുള്ള പ്രോസസ്സറിനെ നമുക്ക് പരിചയപ്പെടാം. ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന പ്രോസസ്സർ എന്ന് പറയുമ്പോൾ ഇന്റൽ കോർ i9 13900K ആണ്. ഇതിനകത്തുള്ള ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതൊരു പെർഫോമൻസ് ആയിട്ടുള്ള വളരെ പവർഫുൾ ആയിട്ടുള്ള പെർഫോമൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സറാണ്. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് 24 കോറും 32 ത്രെഡ്സുമാണ് ഈ ഒരു പ്രോസസ്സറിനകത്തുള്ളത്. അതേപോലെ തന്നെ 36 MB ക്യാഷ് മെമ്മറിയും ബാക്ക് ചെയ്യുന്നുണ്ട്. സോക്കറ്റ് വരുമ്പോൾ 1700 എന്ന് പറയുന്ന LGയുടെ സോക്കറ്റാണ് ഈ ഒരു പ്രോസസ്സറിൽ ഇന്റൽ കൊണ്ടുവന്നിരിക്കുന്നത്. റാപ്റ്ററിലേക്ക് എന്നാണ് കേട്ടോ ഈ ഒരു ജനറേഷൻ പ്രോസസ്സറിന് വിളിക്കുന്നത്. ഇതിൽ 8 പെർഫോമൻസ് കോറും 16 എഫിഷ്യൻസി കോഴ്സുമാണ് ഈ ഒരു പ്രോസസ്സറിൽ വരുന്നത്. ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് റേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, മറക്കാതെ നിങ്ങൾ ചെക്ക് ചെയ്യാവുന്നതാണ്. ഗൈസ്, അടുത്തതായിട്ട് നമ്മുടെ മദർ ബോർഡാണ്. മദർ ബോർഡ് ചോയ്സ് എന്ന് പറയുന്നത് ഇതൊരു കസ്റ്റമർ പ്രിഫറൻസ് ബിൽഡാണ്. അതുകൊണ്ട് തന്നെ അവരുടേതായ ഇഷ്ടത്തിന് വേണ്ടി വിട്ടുകൊടുത്തിരിക്കുന്നു. ഈ ഒരു ബോർഡിൽ സത്യം പറഞ്ഞാൽ ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടൊരു ബോർഡിൻ്റെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്നില്ല. എന്നിരുന്നാലും ഇവിടെ എടുത്തിരിക്കുന്നത് അസൂസിൻ്റെ Z790 ഈ ഗെയിമിംഗ് വൈഫൈ ആണ്. ഇതിൽ DDR5 ടെക്നോളജിയാണ് ഈ ഒരു ബോർഡിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ബോർഡിനെ പറ്റി കൂടുതൽ പറയാനൊന്നും അല്ല, നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ലുക്ക് കണ്ടില്ലേ, ഓസം ലുക്കാണ് ഈ ഒരു ബോർഡിൽ. പിന്നെ ഫ്യൂച്ചർ പ്രൂഫാണ്, DDR5 ടെക്നോളജി തന്നെ PCI 5.0യും ഈ ഒരു ബോർഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യാനൊക്കെ പ്ലാൻ, സത്യം പറഞ്ഞാൽ i9 ഇനി മുകളിലോട്ട് ഇനി വേറൊരു പ്രൊസസ്സർ ഇല്ല. അതുകൊണ്ട് തന്നെ ഇനി അപ്ഗ്രേഡേഷൻ പ്ലാൻസ് ഒന്നും ഇല്ലെങ്കിൽ പോലും നിങ്ങൾ ഇനി ഒരു 3-4 വർഷത്തേക്ക് ഈ ഒരു ബോർഡ് നിങ്ങളെ ബാക്ക് ചെയ്യും. ആൻഡ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് കേട്ടോ. അതിൻ്റെ റേറ്റും ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, മെമ്മറി ചോയ്സ് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് G-Skill Trident RGB ആണ്. DDR5 6000 MHz വരെ പുഷ് ചെയ്യാൻ പറ്റുന്ന ഒരു കിഡിലൻ മെമ്മറിയാണ്. ഇതിനകത്ത് 16GB/2 ഡുവൽ ചാനലിൽ 32GB ആണ് നമ്മുടെ ഈ ഒരു PC യിൽ ബിൽഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫ്യൂച്ചറിൽ 64GB വരെ അപ്ഗ്രേഡ് ചെയ്യാനും പറ്റും. ഗൈസ്, സ്റ്റോറേജ് സൊല്യൂഷൻ ആയിട്ട് നമ്മൾ ഈ ഒരു ബിൽഡിൽ എടുത്തിരിക്കുന്നത് WDയുടെ SN850X സീരീസ് ആണ്. അതായത് ടോപ്പ് ഓഫ് ദ ലൈൻ SSD. ഇനി ഇതിനപ്പുറത്തൊരു SSD ഇനി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അത്രയും പവർഫുൾ ആയിട്ടുള്ള മോർ ദാൻ 7000+ എന്താ പറയുക റീഡ് റൈറ്റ് സ്പീഡുള്ള ഒരു SSD ആണ് WDയുടേതാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ബെസ്റ്റും പവർഫുൾ ആയിട്ടുള്ള SSDയും WDയുടെയാണ്. പക്ഷേ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് അധികം കൂടുതൽ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ കുറച്ചും കൂടെ കോമ്പറ്റീറ്റീവ് റേറ്റിൽ കുറച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് XPGയോ കിങ്സ്റ്റന്റെ KC3000ഓ പ്രിഫർ ചെയ്യാം. XPGയിലാണെങ്കിൽ S70 ബ്ലേഡ് നോക്കുന്നത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. ഗൈസ്, അടുത്തത് നമ്മുടെ ലിക്വിഡ് കൂളർ ആണ്. ലിക്വിഡ് കൂളർ എന്ന് പറയുമ്പോൾ നമ്മുടെ NCXT ആണ് നമ്മുടെ ഈ ഒരു ലിക്വിഡ് കൂളർ. അപ്പോൾ NCXTയുടെ X73 എന്ന് പറയുന്ന ഒരു മോഡലാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പലർക്കും അറിയാം Z സീരീസ് ഉണ്ട്, പക്ഷേ X എന്ന് പറയുമ്പോൾ ഇൻബിൽറ്റ് ഡിസ്പ്ലേ ഉണ്ടാവില്ല. അതായത് നമ്മുടെ എന്താ പറയുക ലിക്വിഡ് കൂളറിൻ്റെ പമ്പിന് ഡിസ്പ്ലേ ഉള്ള മോഡലല്ല. ഡിസ്പ്ലേ ഉള്ള മോഡൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പ്രിഫർ ചെയ്യാം. അത് Z73 ആണ്. ഇതിനകത്ത് ഇൻഫിനിറ്റി ലൂപ്പ് പോലത്തെ ഒരു ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. X73 ARGB ഫാൻസും കൂടെ വരുന്ന ഒരു മോഡലാണ് കേട്ടോ. അപ്പം കുറച്ച് എക്സ്പെൻസീവ് ആണ് ഡെഫിനറ്റ്ലി. NCXTയും ഈ ഒരു ബിൽഡ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നല്ല രീതിയിൽ എക്സ്പെൻസീവ് ആണ്. പക്ഷേ നമ്മുടെ ഈ ഒരു പ്രീമിയം പോലത്തെ പാർട്സുകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഡെഫിനറ്റ്ലി ഈ ഒരു ബിൽഡ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഗൈസ്, അടുത്ത നമ്മുടെ ഇമ്പോർട്ടൻ്റ് ഈ ഒരു ബിൽഡിൽ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഗ്രാഫിക്സ് കാർഡാണ്. ഗ്രാഫിക്സ് കാർഡിലായിട്ട് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ZAGന്റെ RTX 4070 Ti 12GB OC വേരിയൻ്റ് ആണ്. OCയും നോൺ OC വേരിയൻ്റ് ഉണ്ട്. വേറൊന്നുമല്ല, OC ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഓവർക്ലോക്ക് ചെയ്യാനും ആൾറെഡി കുറച്ചും കൂടെ മെഗാഹെർട്സ് കൂടുതലുമാണ് ഈ ഒരു OC എഡിഷനിൽ. പക്ഷേ റേറ്റ് കമ്പാരിറ്റീവ്ലി ഒരു 1000-2000 റുപ്പീസിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ OC എഡിഷൻ മറക്കാതെ ചോദിച്ച് വാങ്ങുക കേട്ടോ. അതിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഗൈസ്, അടുത്തത് നമ്മുടെ PSU ആണ്. റോഗിൻ്റെ സ്ട്രിക്സ് 1000 വാട്ട്സ് PSU ആണ് നമ്മളിവിടെ ഈ ഒരു ബിൽഡിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിന് 5 ഇയർ വാറണ്ടി വരുന്നുണ്ട്. ഗോൾഡ് സർട്ടിഫൈഡ് ആണ്. എഗെയിൻ റോഗ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം എക്സ്പെൻസീവ്. അതുകൊണ്ട് തന്നെ കോറിലേറ്റ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അതുകൊണ്ട് തന്നെ സാധാരണക്കാർ ഈ ഒരു SMBS ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് ഡീപ് കൂളോ കോർസെയറോ അല്ലെങ്കിൽ കുളമാസ്റ്ററോ അങ്ങനെ ഏതൊരു ബ്രാൻഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. റേറ്റ് കമ്പാരിറ്റീവ്ലി
കുറച്ച് കമ്മിയായിരിക്കും. അതുകൊണ്ട് തന്നെ എടുക്കുന്ന സമയത്ത് നിങ്ങൾ PSUവിൻ്റെ റേറ്റിംഗ് സ്റ്റാൻഡേർഡ് മിനിമം ഗോൾഡ് സർട്ടിഫൈഡ് ആണ് എന്ന് ഉറപ്പുവരുത്തുക. എസ്പെഷ്യലി നിങ്ങൾ ഒരു പ്രീമിയം റേഞ്ചിലുള്ള PC ഒക്കെ ബിൽഡ് ചെയ്യുന്ന സമയത്ത്. ഫൈനലി നമ്മുടെ ബ്യൂട്ടിഫുൾ ക്യാബിനറ്റിലോട്ട് പോകാം. ഈ ഒരു ക്യാബിനറ്റ് സത്യം പറഞ്ഞാൽ വളരെയധികം ഹാപ്പിയാണ് ഈ ഒരു മോഡൽ നിങ്ങളിലോട്ട് എത്തിക്കുന്നതിൽ. മോൺടെക്കിൻ്റെ Sky 2 എന്ന് പറയുന്ന ഒരു അഡാറ് ക്യാബിനറ്റാണ് ഇതാ നമ്മുടെ കൂടെ ഉള്ളത്. നിങ്ങളിതാ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോലെ ഇതിൻ്റെ ലുക്ക് കണ്ടോ ഗൈസ്. ഈ മുകളിലുള്ള ലൈറ്റ് താഴെ ഇതെല്ലാം സെപ്പറേറ്റ്ലി വെക്കണം നമ്മൾ ഏതൊരു ക്യാബിനറ്റ് എടുത്തു കഴിഞ്ഞാലും. പക്ഷേ ഈ ഒരു ബിൽഡ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനകത്തുള്ള 4 ARGB ഫാൻസും ഇതിൻ്റെ കൂടെ ഇൻബിൽട്ടായിട്ട് വരുന്നുണ്ട് വിത്ത് എ കൺട്രോളർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനും നമ്മുടെ ARGB ലൈറ്റ് സിങ്ക് ചെയ്യാനും കുറേ കൂടെ കൺവീനിയൻ്റ് ആണ് ഇതുപോലത്തെ ഒരു ബിൽഡ് ചെയ്യുമ്പോൾ. അപ്പം ഈ മോൺടെക്കിൻ്റെ Sky 2 എന്ന് പറയുന്ന ക്യാബിനറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാവുന്നതാണ്. GeekBoZൽ നമ്മുടെ വെബ്സൈറ്റിലൂടെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് ഷിപ്പ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ഗൈസ് ഈ ഒരു ബിൽഡ് എന്ന് പറയുന്നത് ഒരു വളരെ എൻതൂസിയസ്റ്റിക് ആയിട്ടുള്ള ഒരു കസ്റ്റമർ ബിൽഡ് ചെയ്യാൻ തന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു PC ബിൽഡ് ചെയ്ത് ടെസ്റ്റിംഗ് കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ അതിൻ്റെ ഒരു റിവ്യൂ ഞാനിപ്പോൾ പ്രതീക്ഷയോട് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു ഇതുപോലത്തെ ബ്യൂട്ടിഫുൾ ക്യാബിനറ്റ്സ് ഇനിയും നമ്മുടെ GeekBoZൽ കൊണ്ടുവരണം എന്നാണ്. കാരണം സ്ഥിരമായിട്ടുള്ള കുറേ ക്യാബിനറ്റ് മോഡൽസ് നിങ്ങൾ വർഷങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ ഈ ഒരു ക്യാബിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടില്ലേ, കിട്ടുന്ന ലുക്കല്ലേ. ഫ്രണ്ടിലും ഗ്ലാസ് ഉണ്ട്, സൈഡിലും ഗ്ലാസ് ഉണ്ട്. പിന്നെ ഫുള്ളി എയറി ആയിട്ടുള്ള വളരെയധികം എയറി ആയിട്ടുള്ള ഒരു ക്യാബിനറ്റാണ്. ഫുൾ എന്താ പറയുക എയർ വെന്റിലേഷൻ ആണ് മുകളിലായാലും താഴെയായാലും. പിന്നെ 360mm ലിക്വിഡ് കൂളർ സപ്പോർട്ടും Type-C കണക്ടിവിറ്റിയും ഈ ഒരു മദർബോർഡിൻ്റെ കൂടെ ഈ ഒരു ക്യാബിനറ്റിൻ്റെ കൂടെ വരുന്നുണ്ട്. അതും ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പിന്നെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് കൂളർ മാസ്റ്ററിൻ്റെ TD500 മെഷീനെക്കാട്ടിലും കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ് ഈ ഒരു ക്യാബിനറ്റ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത്രയും ഫാൻസും ലൈറ്റിങ്ങും കൂളിങ്ങും എല്ലാം കൂടെ വെച്ച് നോക്കിയാൽ വൺ ഓഫ് ദ വർത്തി ആയിട്ടുള്ളൊരു ക്യാബിനറ്റാണ് നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന മോൺടെക്കിൻ്റെ Sky 2. അപ്പോൾ ഈ ഒരു ബിൽഡ് അറൗണ്ട് ഒരു 2 ലക്ഷം രൂപയൊക്കെ അടുപ്പിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബിൽഡ് നിങ്ങൾക്കും ആഗ്രഹമുണ്ട് ചെയ്യാനെങ്കിൽ കേബിൾ മാനേജ്മെൻറ്റ് പറഞ്ഞാൽ ഫൈനലി ഇനി കേബിൾ മാനേജ്മെൻറ്റ് കണക്റ്റില്ല എന്ന് പറയരുത്. അപ്പോൾ ഇതാണ് നമ്മുടെ കേബിൾ മാനേജ്മെൻറ്റ് സൈഡ്. കണ്ടില്ലേ, വളരെയധികം ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ ഈ ഒരു ബിൽഡ് ചെയ്തിരിക്കുന്നുണ്ട്. ഈ പറയുന്ന കേബിൾ മാനേജ്മെൻറ്റ് രീതിയിൽ നിങ്ങൾക്ക് PCs ബിൽഡ് ചെയ്യാൻ താല്പര്യമുള്ളവർ GeekBoZ ടെക്സ്റ്റോറിൻ്റെ ഫ്രണ്ട് ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറക്കാതെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിടണം കേട്ടോ. പിന്നെ ഇതിൻ്റെ ഫോട്ടോസ് സ്പെക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാനായിട്ട് Instagram ഫോളോ ചെയ്താൽ കിടലൻ പിക്കുകൾ നിങ്ങൾക്ക് കാണാം. ആ പിക്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് ബിൽഡ് എങ്ങനെ ഡിസൈൻ ചെയ്യണം, ഏത് ലുക്കിൽ നിങ്ങൾക്ക് PC ചെയ്യണമെന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാവുന്നതാണ്. സോ GeekBoZൻ്റെ Instagram ലിങ്കും താഴെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറക്കാതെ കയറി ഒന്ന് ഫോളോ ചെയ്യുക, ചെക്കൗട്ട് ചെയ്യുക. ഗൈസ് അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും പ്രശാന്ത് സൈനിങ് ഔട്ട്.